അപ്പോൾ ഇന്ന് ലഞ്ച് കപ്പയും മീനുമായിരുന്നു കേട്ടോ. ഈ മീനാണ് ഏതാണെന്ന് അറിയാമോ എന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ 1-2 പേര് അത് കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്തവരുണ്ട്, പിന്നെ പലർക്കും കൺഫ്യൂഷൻ ആയിരുന്നവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ തീർത്ത് തരാം. അത് ഏതാണെന്ന് അറിയണമെന്നുള്ളവർ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആ മീൻ, വേറെ ആരുമല്ല, വങ്കട. അപ്പോൾ വങ്കട പറഞ്ഞവർക്കൊക്കെ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഇത് ഞങ്ങൾ ആക്ച്വലി വങ്കട ഇവിടെ വാങ്ങിക്കാറില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഈ മീൻ ഈ വീട്ടിൽ വാങ്ങിക്കുന്നത്. പാരമ്പര്യമായിട്ട് തന്നെ വങ്കട വിരുദ്ധരാണ് ഇവിടെയുള്ളവർ. അച്ചമ്മ തൊട്ട് എല്ലാവരും ഇവിടെ ആരും വാങ്ങിക്കാറുണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. പക്ഷേ അമ്പയെ മുട്ടാൻ പണിയായിരുന്നു കേട്ടോ ഇത് മുറിച്ചെടുക്കുക എന്നുള്ളത്. അച്ചമ്മ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിരുന്നത് മീനിൽ കെട വങ്കട എന്നാണ് പറഞ്ഞു കേട്ടോ. അതായത് വങ്കട മീൻ കൊള്ളത്തില്ല എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആരുടെയോ പോസ്റ്റിലാണെന്ന് തോന്നുന്നു കണ്ടു, വങ്കട കഴിച്ചാൽ സങ്കടം മാറും അത്രേ. എന്താണെന്ന് നോക്കണമല്ലോ, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ കറി വെച്ചത് 2 വങ്കടയാണ് വാങ്ങിച്ചത്. അത് രണ്ടും 2 തരത്തിലാണ് കേട്ടോ കറി വെച്ചത്. കാരണം എനിക്ക് നല്ല എരിവും പുളിയൊക്കെ ചേർത്തിട്ട് നല്ല മുളക് കറി കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ അമ്മയ്ക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഒരു വങ്കട അമ്മയ്ക്കുള്ളത് തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെച്ചതാണ്. എനിക്കുള്ളത് ഞാൻ നല്ലോണം മുളകും പുളിയൊക്കെ ചേർത്തിട്ടാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ തേങ്ങ കൂടെ ഒന്ന് അരച്ചിട്ടുണ്ട് കേട്ടോ. അത് അത്രയ്ക്ക് അങ്ങോട്ട് അരച്ചല്ല, എന്നാൽ ഒരുവിധം അരച്ചാണ്. പക്ഷെ അത് കഴിക്കുമ്പോൾ അതിനകത്ത് ഒരു കടിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനത്തെ തരത്തിലുള്ളതാണ് ഇതുപോലെ. അപ്പോൾ അങ്ങനെയാണ് ഞാനത് അരച്ചെടുത്തത് കേട്ടോ. അപ്പം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അങ്ങനെയാണ് വെച്ചത്. ഇതാണ് വങ്കട. പക്ഷേ ഇത് നല്ല മുട്ടൻ പണിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ തൊലി പൊളിക്കണമെന്നുള്ളതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാനും അമ്മയും 2 പിച്ചാത്തിയും കത്രികയും ഒക്കെ ചേർന്ന് നല്ലൊരു യുദ്ധത്തിന് ശേഷമാണ് എങ്ങനെയെങ്കിലും കിട്ടിയത്. അങ്ങനെ ഞാൻ ഇതിനകത്തേക്ക് വങ്കടയൊക്കെ ചേർത്തു, അരപ്പൊക്കെ തിളച്ചു. അതിനുശേഷം വങ്കടയൊക്കെ തേച്ച് വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പീസമാണെന്ന് കരുതരുത്, ഞാൻ വെച്ചത് കൊണ്ടാണോ എന്തോ നല്ല ടേസ്റ്റായിരുന്നു ആ ചാറിന് കേട്ടോ. അപ്പം ഞാനതും കൂട്ടിയാണ് കപ്പ കഴിച്ചത്. പിന്നെ ഇതിപ്പോൾ പറ്റിയൊക്കെ വന്നിട്ടുണ്ട്, നല്ലോണം പറ്റി. അപ്പം ഒന്ന് ഞാൻ കറങ്ങിയിട്ട് വന്നപ്പോഴേക്കും അത് ചട്ടിയുടെ ഇതിൽ ഒന്ന് ചെറുതായിട്ട് ചട്ടിയിലൊന്ന് പിടിച്ചു പോയി കേട്ടോ. വെള്ളം കുറച്ച് കുറവായിരുന്നത് കൊണ്ട് ചട്ടിയിലൊന്ന് പിടിച്ചു. പക്ഷേ ആ ചട്ടിയിൽ പിടിച്ചിരുന്നത് കൊണ്ടായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നത്. കണ്ടോ, ഇതൊന്ന് ചട്ടിയിലൊന്ന് ചെറുതായിട്ട് പിടിച്ചതാണേ. അപ്പോൾ ഇതും കൂട്ടിയാണ് ഞാൻ ഉച്ചയ്ക്ക് കപ്പ കഴിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അത് ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടി വരുന്നുണ്ട്. അപ്പം ഒരു മീൻ അത്യാവശ്യം വലുതായിരുന്നതുകൊണ്ട് 4 കഷ്ണങ്ങളാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇനി ഞാൻ വേറൊരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇതാണ് മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെച്ചത്. ഇതും നല്ലതായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഈ മീൻ എന്താ പറയുക, ഇച്ചിരി വലിയ മീനൊക്കെ എനിക്ക് മുളക് കറി വെച്ച് അത് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ തേങ്ങയിലേക്ക് പോകാതിരുന്നത്. പിന്നെ മാത്രമല്ല, ഇവിടെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ മീൻ കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വേണ്ടി ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിലും എനിക്ക് വേണ്ടി ഒരു മുളക് കറി കൂടെ ഞാൻ വെച്ചിരുന്നു. അപ്പോൾ കാച്ച് യു ലേറ്റർ. ടിൽ ദെൻ ബൈ.